ബി.ജെ.പിയിൽ ഇപ്പോൾ തമ്മിൽ തല്ലെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പുതിയ കോർ കമ്മിറ്റി ഫോം ചെയ്തല്ലോ. അതിൽ മുതിർന്നതും സീനിയർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് ഒന്നും ഇല്ല എന്നുള്ള ഒരു വലിയൊരു അമർഷം അവിടെ ബി.ജെ.പിയിൽ പല ആൾക്കാരുടെ ഇടയിലും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഗോപാൽ ഇല്ല, എൻ രാധാകൃഷ്ണൻ ഇല്ല, സുരേന്ദ്രന്റെ ആൾക്കാരും കൃഷ്ണദാസിന്റെ ആൾക്കാരും അവരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലും താഴ്ന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ തമ്മിത്തല്ല് എങ്ങോട്ട് കൊണ്ടെത്തിക്കും നമ്മുടെ ബി.ജെ.പിനെ? ബി.ജെ.പി എല്ലാ കാലത്തും അവകാശപ്പെടുന്ന ഒരു കേഡർ പാർട്ടി എന്ന നിലയിലാണ്. പക്ഷേ നാം പരിശോധിച്ചാൽ അറിയാം, കോൺഗ്രസിനേക്കാൾ വലിയ രീതിയിൽ ഗ്രൂപ്പുകളുള്ള ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പിസം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആ പാർട്ടിക്ക് വലിയ രീതിയിൽ വളർച്ച ഉണ്ടാകാത്തതും. പലപ്പോഴും വാർത്തകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വി മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഈ വിഭാഗീയത നിലനിൽക്കുകയും പല മണ്ഡലങ്ങളിലും ഈ വിഭാഗീയത കാരണം വോട്ട് കുറയുന്ന സാഹചര്യം നാം കണ്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി തർക്കമായാലും ഈ സ്ഥാനമാനങ്ങൾക്കുള്ള വലിയ തർക്കങ്ങൾ രൂപപ്പെടുന്നത് ഈ വിഭാഗീയത കൊണ്ടാണ്. ഈ വിഭാഗീയത ഒഴിവാക്കാനായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ കുമ്മനം രാജശേഖരനെ പ്രസിഡന്റായി കൊണ്ടുവരികയും അന്ന് ആ കുമ്മനം പ്രസിഡന്റായിരുന്ന സമയത്താണല്ലോ നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിജയം കൊയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ആ നിർണായക ഘട്ടത്തിൽ കുമ്മനത്തിനെ ഗവർണറായി അയക്കുകയും പിന്നീട് സുരേന്ദ്രൻ തന്നെ വീണ്ടും പ്രസിഡന്റായി വന്നു. സുരേന്ദ്രൻ പ്രസിഡന്റായി വന്നതിന് ശേഷം വിഭാഗീയത കടുക്കുകയാണ് ചെയ്തത്. കൃഷ്ണദാസ് പക്ഷം നിരന്തരം പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കുന്നതാണ് നാം കാണുന്നത്. നിരന്തരം സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്, കൃഷ്ണദാസ് പക്ഷത്തോട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനായാലും എം.ടി. രമേശിനായാലും പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ ആ കാലത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ സീറ്റ് നൽകാൻ പോലും ശോഭാ സുരേന്ദ്രന് ഈ പാർട്ടി തയ്യാറായിട്ടില്ല. പിന്നീട് അവസാന ഘട്ടത്തിലാണ് കഴക്കൂട്ടത്ത് വന്ന് മത്സരിക്കുക. കഴക്കൂട്ടം പ്രധാനമായി തന്നെ വി മുരളീധരന്റെ ശക്തി കേന്ദ്രമാണ്. ആ മണ്ഡലത്തിലും വി മുരളീധരൻ മത്സരിച്ചപ്പോൾ 7000 വോട്ടിനായിരുന്നു ബി.ജെ.പി പരാജയപ്പെട്ടതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വരുമ്പോഴോ പരാജയം 20,000 വോട്ടിനാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാർട്ടിയിൽ എത്രത്തോളം വിഭാഗീയതയുണ്ട്. സ്വന്തം പാർട്ടി നേതാവിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത്. ഇപ്പോൾ കോർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. പണ്ട് കോർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു 10-12 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നത് ജംബോ കമ്മിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഈ വിഭാഗീയതയാണ്. രാജീവിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ച് കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർണായക ഇടപെടൽ നടത്തിയപ്പോൾ അതിനെ വിമർശിക്കുകയാണ് പാർട്ടിയിലെ പല നേതാക്കളും ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്തായാലും ബി.ജെ.പിയുടെ ശ്രമം. അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളിച്ച് അദ്ദേഹം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഒരു കമ്മിറ്റി നടന്നപ്പോൾ പോലും കെ സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ വി മുരളീധരനെയും ക്ഷണിക്കാതെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. അങ്ങനെ കൃഷ്ണദാസ് പക്ഷത്തോട് മാത്രം ചേർന്ന് നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനും. രാജീവ് ഒരു പക്ഷം പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന രീതിയിലുള്ള വിമർശനം ഉയരുന്നു. അതിനെതിരെ ഈ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വിവിധ പാർട്ടി കമ്മിറ്റികളിൽ പരാതിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ജനസംഖ്യയിൽ വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ പോലും ഈ വലിയ ജംബോ കമ്മിറ്റി ഇല്ല. ആ രീതി വെച്ച് നോക്കുമ്പോൾ ഈ പ്രതിസന്ധി തന്നെയാണ് കാരണം. ഇപ്പോൾ ഈ ജംബോ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് രാജഗോപാലാണ്. രാജഗോപാലിനെ ഒഴിവാക്കുമ്പോൾ അവർക്ക് കൃത്യമായി തന്നെ കാരണം രേഖപ്പെടുത്താൻ കഴിയും. പ്രായവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്, അദ്ദേഹത്തിന് പ്രവർത്തനത്തിൽ നിൽക്കാൻ കഴിയുന്നില്ലെന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയും. പക്ഷെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോഴും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരു നേതാവിനെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്, കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CK പത്മനാഭനെയും ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ഒഴിവാക്കിയിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് വീണ്ടും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ കാലത്തും പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പഴയ SFI കാരനായിരുന്നു. പിന്നീടാണ് BJP-യിലേക്ക് കടന്നു വരികയും BJP-യുടെ അടിസ്ഥാനപരമായ ആശയത്തിൽ പ്രവർത്തിക്കുകയും മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിരുന്നു. കെ സുരേന്ദ്രന്റെ കാലത്ത് മുൻപ് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തെ പരിഗണിച്ചില്ലെങ്കിൽ അദ്ദേഹം ഉടനെ തന്നെ ഭീഷണിയുമായി രംഗത്ത് വരും. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടാണ്. ഇദ്ദേഹം പറയും സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല, BJP-ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് മാധ്യമങ്ങളിൽ വാർത്തയിൽ നിറയുന്നതാണോ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം, അതോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണോ
ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തെ അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഏറ്റവും ഇപ്പോൾ പല ചർച്ചകളിലും കേരളത്തിലെ പല കാര്യങ്ങളിലും നിർണായകമായി ബി ജെ പിയുടെ നിലപാടെന്തെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ആളാണ് KS രാധാകൃഷ്ണൻ. അദ്ദേഹം പണ്ട് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, PSC അംഗമായിരുന്നു. ആ രീതിയിൽ തന്നെ ഭൗതികപരമായും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെയും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്ന രാജീവുമായുള്ള തർക്കമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജിനെ അടക്കമുള്ള നേതാക്കളെ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾക്ക് വേണ്ടി ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അത് വലിയ രീതിയിൽ തന്നെ ഈ ക്രൈസ്തവരും പള്ളിയിലെ പിതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. അവസാനം അവർ ആ വിജയത്തിന് പിന്നാലെ തന്നെ രാജീവ് ഏറ്റെടുത്ത വിജയത്തിന് പിന്നാലെ ഈ മഹാരാജി ഭവനിൽ കേക്കുമായി വരികയാണ്. BJPയുടെ ഓഫീസിൽ കേക്കുമായി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്നെല്ലാം ഇദ്ദേഹം ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് മതപരിവർത്തനമാണ്. അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഒരു പരിധി നോക്കിയാൽ ശരിയാണ്. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കെതിരെ തുറന്നു സംസാരിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാലും ശരിയല്ല. അത് അല്ലെങ്കിൽ അത് VS ആവണം. VS പാർട്ടിക്കെതിരെ പറയുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കും. മറിച്ച് നാം കേരളം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവരെ പാർട്ടിയും അംഗീകരിക്കില്ല, ജനങ്ങളും അംഗീകരിക്കില്ല. പാർട്ടിക്ക് അനുകൂലമായ ഒരു നേതാവ് ഇപ്പോൾ ശശി തരൂരിന് വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണ ലഭിക്കുന്നു എന്ന സംശയമാണ്. കോൺഗ്രസിന്റെ MP ആയി ജയിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകർ വോട്ട് ചോദിച്ച് അവർ പൂർണ്ണമായി തന്നെ കഷ്ടപ്പെട്ട് വിജയിപ്പിച്ചെടുത്ത ഒരു MP ആണ് ശശി തരൂർ. ആ ശശി തരൂരാണ് ഇപ്പോൾ BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നത്. BJPക്കാർക്കും കോൺഗ്രസുകാർക്കും ഇപ്പോൾ സംശയമുണ്ട്, ഇദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടിയാണെന്ന രീതിയിലുള്ള ആ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ KS രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പാർട്ടി രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ പ്രസിഡന്റ്, അദ്ദേഹം എടുത്ത നിലപാടിനോടൊപ്പം നിൽക്കണമെന്നതാണ് ഒരു മികച്ച പാർട്ടി പ്രവർത്തകന്റെ കർത്തവ്യം. അതിന് വിരുദ്ധമായി കന്യാസ്ത്രീ വിഷയത്തിന് റിബലായി ചില പ്രസ്താവനകൾ നടത്തി. അതുകൊണ്ട് തന്നെയാണ് രാജീവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേന്ദ്ര നേതൃത്വം ഇതിൽ നിന്ന് പിന്നോട്ട് പോയതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ആ രീതിയിലാണ്. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും രാജീവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ്. ഈ കമ്മിറ്റിയോടൊപ്പം തന്നെ കോർ കമ്മിറ്റിയോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചാനൽ ചർച്ചകൾക്കായി വലിയ രീതിയിലുള്ള ജംബോ വക്താക്കളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയിലെ ഇപ്പോഴുള്ള റിബൽ ഈ പ്രവർത്തനങ്ങൾക്ക് കാരണം ഈ രാജീവ് വന്നതിന് ശേഷം പുതിയ യുവാക്കൾക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താനുള്ള അവസരം നൽകുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനുമല്ല സ്വാതന്ത്ര്യം നൽകുന്നു. പക്ഷെ ഇത് പഴയ നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ ഈ പ്രശ്നത്തിന് കാരണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കോൺഗ്രസിന് സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ വിഭാഗീയത BJPയിലും നിലവിലുണ്ട് ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.